രേവതിക്ക് പണി കൊടുക്കാൻ ശ്രമിച്ച ചന്ദ്രമതിക്കും മരുമക്കൾക്ക് നല്ല പണി തിരിച്ചു കൊടുക്കുന്ന അച്ചമ്മയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് രേവതിയുടെ മേൽനോട്ടത്തിൽ നിങ്ങൾ 3 പേരും ജോലി ചെയ്ത് തീർക്കണമെന്ന് അച്ചമ്മ പറയുന്നു. തുടർന്ന് ഞങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ഞങ്ങൾ ജോലി ചെയ്യാമെന്ന് പറയുന്ന ശ്രീകാന്തിനും ശ്രുതിക്കും അച്ചമ്മ കണക്കിന് കൊടുക്കുകയും അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾ 3 പേരും ജോലി ചെയ്ത് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അച്ചമ്മ രേവതിനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. ശേഷം ശ്രുതിനെ കൊണ്ട് അമ്മിക്കല്ലിൽ മുള കരപ്പിക്കുകയും ചന്ദ്രമതിക്കും വർഷയ്ക്കും പച്ചക്കറി അരിയാൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ചെറുതായി ഒന്ന് മുറിയുന്നതിനെ തുടർന്ന് വർഷ നിലവിളിക്കുകയും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുകയും ചെയ്യുമ്പോൾ ഇത് ചെറിയ മുറിവാണെന്ന് പറഞ്ഞ് രേവതി കൈ വെള്ളത്തിൽ മുക്കി പിടിക്കുകയും പച്ചമരുന്ന് വെച്ച് കെട്ടിയാൽ മതിയെന്ന് അച്ചമ്മ പറയുകയും ചെയ്യുന്നു. തുടർന്ന് ഇനി ഞാൻ ഇവരെ സഹായിക്കാമെന്ന് പറയുന്ന രേവതിയോട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അച്ചമ്മ രേവതിനെ കൊണ്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന ചന്ദ്രമതിയെയും ശ്രുതിയെയും വർഷയും കാണിക്കുന്നു. തുടർന്ന് അച്ചമ്മ രേവതിനെയും കൊണ്ട് അടുക്കളയുടെ അടുത്ത് വന്നിരിക്കുകയും ചന്ദ്രമതിയെയും മരുമക്കളെയും ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്നും പറയുന്നു. ശേഷം അടുക്കളയിൽ വർഷ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കണ്ട് ഒരു ക്യാരറ്റ് തിന്നാൻ കൊടുത്ത് ചന്ദ്രമതി വർഷനെ അവിടെ നിന്നും മാറ്റി നിർത്തുന്നു. പിന്നീട് വീണ്ടും പരിസരവും ചുറ്റിക്കറങ്ങി കാണുന്ന സുധിയെയും ശ്രീകാന്തിനെയും കാണിക്കുന്നു. ശേഷം സച്ചി ഇലയൊക്കെ തൂത്ത് വൃത്തിയാക്കി വെക്കുകയും എല്ലാവരും ആഹാരം കഴിക്കാനായി ഇരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഭക്ഷണം വിളമ്പാൻ ഒരുങ്ങുന്ന രേവതിയോട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഞങ്ങൾക്ക് ആഹാരം വിളമ്പാനും അറിയാമെന്ന് ചന്ദ്രമതി പറയുന്നു. ശേഷം ഞങ്ങൾ കഴിച്ചിട്ട് നീ കഴിച്ചാൽ മതിയെന്ന് ചന്ദ്രമതി പറയുന്നതിനെ തുടർന്ന് രേവതി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഇത് കാണുന്ന അച്ചമ്മ രേവതിനെ അവിടെ പിടിച്ചിരുത്തുകയും ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ചന്ദ്രമതിയുടെ പാചകത്തെ സച്ചി പുകഴ്ത്തി സംസാരിക്കുന്നു. ശേഷം കൈവിരൽ മുറിഞ്ഞതിനെ തുടർന്ന് ഭക്ഷണം വാരിക്കഴിക്കാൻ പറ്റാത്ത വർഷയ്ക്ക് ചന്ദ്രമതി വാരിക്കൊടുക്കുമ്പോൾ വർഷയുടെ അമ്മ 12 തട്ട് കൊണ്ടുവന്നതിൻ്റെ സ്നേഹമാണിതെന്നും പാലറേട്ടത്തിയുടെ ഇളയച്ചൻ 13 തട്ട് കൊണ്ടുവന്ന പാലറേട്ടത്തിക്കും ചോറ് വാരി തരുമെന്ന് സച്ചി പറയുന്നു. തുടർന്ന് ഈ വീട്ടിൽ എല്ലാ മരുമക്കളും ഒരുപോലെയാണെന്നും നീ 3 പേർക്കും ചോറ് വാരി കൊടുക്കണമെന്നും ചന്ദ്രമതിയോട് പറയുന്ന അച്ചമ്മയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.